നമസ്കാരം, ഞാൻ ഷാഫി വിതിര. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊന്മുടിയിലാണ്. സാധാരണ പൊന്മുടിയിൽ നമ്മൾ പോകുമ്പോൾ പൊന്മുടി ഗസ്റ്റ് ഹൗസ് കാണുന്നു, പൊന്മുടിയുടെ മലനിരകൾ കാണുന്നു. പക്ഷേ തികച്ചും വ്യത്യസ്തമായ, നമ്മൾ പലരും കാണാത്ത ഒരിടത്തേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. തറയോടുകൾ പാകിയ വഴിയിലൂടെയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ ഇതിന് രണ്ട് സൈഡും ഫെൻസിങ്ങും ഇതൊക്കെ ഉണ്ട്. നല്ല ഇടയ്ക്ക് മരങ്ങളുണ്ട്. നല്ല ഇറങ്ങി പോകുമ്പോൾ ഉള്ളൊരു സന്തോഷകരമായൊരു അനുഭവം. കാരണം വളരെ വളരെ തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാൻ കഴിയും. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് നമ്മുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രദേശമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. വളരെ തണുത്ത അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാനുള്ളൊരു സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രദേശമാണിത്. പക്ഷേ ഇവിടെ സർക്കാർ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മൊത്തം പൊളിഞ്ഞ് നാമാവശേഷമായി കഴിഞ്ഞു. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നത് എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഇതിനകത്ത് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് നശിച്ച് പോകുന്നൊരവസ്ഥയാണ്. ഈ പടികളെല്ലാം ഇപ്പോൾ ഏകദേശം ഇടിഞ്ഞ് അതിൻ്റെ പരുവത്തിലായി കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്തൊരു പ്രോജക്റ്റാണിത്. പക്ഷേ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അധികാരികളാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. അനേകം ചീവിടുകളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. ചീവിടുകളുടെ ശബ്ദം. ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ വരെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഇവിടേക്ക്. പക്ഷേ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഉദ്യോഗസ്ഥരായിട്ട് വരുന്ന പലരും ഈ പൊന്മുടിയിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമില്ലാത്തവരാണ്. എന്തിനാ ഇവിടെ വന്ന് ഈ പ്രദേശത്തെ നശിപ്പിക്കുന്നത്? നിങ്ങൾ മറ്റെവിടെയെങ്കിലും ജോലി നോക്കി പോയാൽ പോരെ? ഇത്രയും ഗതികെട്ടൊരു സർക്കാർ ഉദ്യോഗം നിങ്ങൾ എന്തിനാ എടുക്കണേ? വേണ്ട, നിങ്ങൾക്കത് വേണ്ട. വേറെ പ്രദേശത്തേക്ക് പോകൂ. ഇത്രയും മനോഹരമായ പ്രദേശത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. ഇതിനകത്തേക്ക് നടന്നു പോകുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. ചെറിയ ഇളം കാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും നമുക്കിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കുറേ മാനസിക ഉല്ലാസം തരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. വളരെ വളരെ ശാന്തമായൊരു അന്തരീക്ഷം. ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ഞാനൊരു വീക്കെൻഡിലല്ല ഈ വന്നത്. പൊന്മുടി വളരെ മനോഹരിയാണ്. പൊന്മുടിയിൽ വരിക, പൊന്മുടിയിൽ ഇത്തരം ഈ ഇടങ്ങളെല്ലാം ആസ്വദിക്കുക. തിരുവനന്തപുരം ജില്ലയ്ക്കകത്താണിത്. വളരെ മനോഹരമായ കാറ്റുണ്ട്. നല്ല ശാന്തസുന്ദരമായ കാറ്റാണ്. ഈ കാറ്റൊക്കെ ആസ്വദിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത്രയും മനോഹരമായ സ്ഥലത്തെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ അത് നമുക്ക് ദുഃഖകരമായ ഒരു സംഭവമാണ്. പൊന്മുടി എന്ന് പറയുന്നത് വിതുരയുടെ തൊട്ടടുത്താണ് പൊന്മുടി. ഈ പ്രദേശങ്ങൾക്കിവിടെ എല്ലാം ഭാവിയിൽ വികസനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ടൂറിസ്റ്റ് സങ്കേതത്തെ നല്ലതായി കൊണ്ടുപോകാൻ ശ്രമിക്കുക. താഴേക്കിറങ്ങി മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ തിരിച്ച് കയറുമ്പോഴുള്ള കാഴ്ചയാണ്. കുറേ കുപ്പികൾ, കുറേ നിരന്ന് കിടക്കുന്ന കുപ്പികൾ. ഇത് നമ്മുടെ ടൂറിസ്റ്റുകൾ വരുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ വഴിയിലാണോ ഇത് സൂക്ഷിക്കേണ്ടത്? കുട്ടികൾക്ക് കളിക്കാൻ ഒരിടം അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഗസ്റ്റ് ഹൗസ്. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ PWയുടെ ഗസ്റ്റ് ഹൗസ്. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായി കരിങ്കല്ലിൽ തീർത്ത ഒരു ബിൽഡിങ്ങാണിത്. ആ ബിൽഡിങ്ങിനെ ഇന്ന് പൊളിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു ബിൽഡിംഗ്.
കാരണം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ അവിടെ അതിനകത്ത് പോയി കിടന്നാൽ തന്നെ നമ്മൾ പ്രകൃതിയോട് യോജിക്കുന്ന തരത്തിലാണ് ആ ഒരു കൺസ്ട്രക്ഷൻ തന്നെ ചെയ്തിരിക്കുന്നത്. അത് മൊത്തം ഇപ്പോൾ പൊളിക്കാൻ പോകുന്നു. ഇപ്പോൾ കാരണം പുതിയ ബിൽഡിംഗ് വന്നു, അതുകൊണ്ട് ഇത് പൊളിക്കുന്നു. അപ്പോൾ ആ ബിൽഡിങ്ങിനകത്ത് മൊത്തം കുപ്പിയാണ് കിടക്കുന്നത്, മദ്യക്കുപ്പികൾ. പക്ഷെ ഞാനത് കാണിക്കുന്നില്ല, കാരണം ഇതിനെ മൊത്തം നശിപ്പിക്കുന്ന, ഇത്രയും നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങിനെ മൊത്തം ഇത് പൊളിച്ചു മാറ്റാൻ പോവുകയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കോൺക്രീറ്റിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടി കുറേ എഞ്ചിനീയർമാർ വന്ന് ഇതിനെ മൊത്തം നശിപ്പിച്ച് പൊന്മുടി എന്ന് പറയുന്ന ഒരു മനോഹരമായ പ്രദേശത്തെ നശിപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ വേറൊന്നും ഇതിൽ കാണുന്നില്ല. ഈ വരുന്നവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുമില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അത്യാവശ്യം ഇവിടെ വന്ന് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വന്ന് താമസിക്കാൻ വരുന്നവർക്ക് മാത്രം അവിടെ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് അവിടെ വന്ന് പോകുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യം, അതൊരു അത്യാവശ്യം ഒരു പ്രാഥമിക സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കാണണം. ആയിരങ്ങൾ ദൈനംദിനം വന്നു പോകുന്നൊരു സ്ഥലമാണ് പൊന്മുടി. അവിടെയുള്ളൊരു ശൗചാലയം ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇതിനകത്തേക്ക് ആർക്കെങ്കിലും കയറാൻ പറ്റുമോ? ഇതാരാ ഇത് നോക്കുന്നത്? ഇത് PWD ആണോ, അത് വേറെ ആരെങ്കിലും ആണോ? ഇതാരാ നോക്കുന്നത്? എന്തായാലും ഇത് കഷ്ടമാണിത്. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ അവിടെ ഒന്ന് റൂം എടുക്കുന്നവർക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കെല്ലാം പബ്ലിക്കായിട്ട് അത്യാവശ്യം യൂറിൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം വരെ ഉണ്ടാക്കാത്ത ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. ഇത് പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ എത്രയും ഗതികേടാണ്, പൊന്മുടിയുടെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. ഗതികേടാണ്.